ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എങ്ങനെയെങ്കിലും അർച്ചനയെ തൻ്റെ അച്ഛൻ്റെ ചടങ്ങിനായി കൊണ്ടുവരണമെന്ന് മൂർത്തിയോട് ശക്തമായി തന്നെ പറയുകയാണ് അവന്തിക. താൻ എന്താണെങ്കിലും കൊണ്ടുവരാമെന്ന് മൂർത്തിയും തിരിച്ച് വാക്ക് കൊടുക്കുന്നു. തുടർന്ന് അനിരുദ്ധം പറയുകയാണ്, നീ ഇപ്പോഴാണ് എൻ്റെ ഏട്ടൻ്റെ മോളാണെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചോർത്ത് വല്ലാത്ത അഭിമാനമുണ്ടെന്നും അനിരുദ്ധം പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. നൂലുകെട്ടി ചടങ്ങിന് കുട്ടികൾക്കിടേണ്ട സ്വർണ്ണാഭരണങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അനൂപ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് കമല പറയുമ്പോൾ, അത് പിന്നെ നമ്മൾ അമ്മുക്കുട്ടിക്കും ഒന്നും കൊടുത്തില്ലായിരുന്നല്ലോ, അവളും അമ്മയുടെ കൊച്ചുമോള് തന്നെയല്ലേ എന്ന് മീര പറയുന്നു. ഇത് കേൾക്കുന്ന അനൂപിനും കമലയ്ക്കും സന്തോഷമാവുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു വളയെടുത്ത് കമലെ കാണിക്കുകയാണ് മീര. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് കമല പറയുന്നു. ഇത് കേൾക്കുന്ന മീര കമലയുടെ കയ്യിലേക്ക് ആ വളയിട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നേ വരെ അമ്മയ്ക്ക് ഒരു സമ്മാനം പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വള അമ്മയ്ക്കുള്ള സമ്മാനമാണെന്ന് മീര പറയുമ്പോൾ സന്തോഷത്തോടെ മീരയെ നോക്കുകയാണ് കമല. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. അർച്ചനയുമായിട്ടുള്ള പിണക്കത്തിന്റെ കാര്യമെല്ലാം ഓർത്ത് വിഷമത്തോടെ സച്ചി പുറത്തു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സന്ദീപും ധനുഷും. സച്ചേട്ടാ, നിങ്ങളുടെ പിണക്കമൊന്നും ഇതുവരെ മാറിയില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ, അത് ഉടനെ തന്നെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സച്ചി പറയുന്നു. അതെ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര ശരിയായ കാര്യമല്ല. പിണക്കം മാറാനായി ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും പക്ഷേ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് വർക്കൗട്ട് ആകുന്നില്ലെന്നും സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, എങ്കിൽ ഞങ്ങളൊരു പ്ലാൻ പറഞ്ഞാലോ? ഞങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ പിണക്കം മാറാനായി ഒരു പ്ലാന് എല്ലാവരും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ഉച്ച കഴിഞ്ഞ് പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ വെച്ച് സച്ചിയേട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും താലി കിട്ടും. അതാണ് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സച്ചിക്ക് സന്തോഷമാവുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ധനുഷിൻ്റെ പരിചയത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫറെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും അയാൾ നാളെ വരുമ്പോൾ നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോയും കൂടാതെ നിങ്ങൾ മാത്രമായിട്ടുള്ള ഫോട്ടോയും എടുക്കാനായി പറയാം. അങ്ങനെ സച്ചേട്ടന് ഏട്ടത്തിനോട് സംസാരിക്കാനായി ഒരു അവസരം കിട്ടുമെന്നും സന്ദീപും ധനുഷും കൂടി പറയുമ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് സന്തോഷമാകുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെ വർക്കൗട്ടാകുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ 100% ആകുമെന്നും എന്താണെങ്കിലും ഏട്ടത്തിന് അടുത്ത് നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഏട്ടന് തൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സാധിക്കില്ലേ എന്നും സന്ദീപ് ചോദിക്കുന്നു. അങ്ങനെ സന്ദീപും ധനുഷും കൊടുത്ത മനോധൈര്യത്തിൽ സന്തോഷത്തോടെ നിൽക്കുന്ന സച്ചിയെയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നൂലുകെട്ട് ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുമേനി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് സന്ധ്യ അനഘയോടും സ്നേഹയോടും പറയുകയാണ്, എല്ലാത്തിനും സന്ദീപിൻ്റെയും ധനുഷിൻ്റെയും ഒപ്പം നിന്നോണം. എങ്ങനെയെങ്കിലും ഇന്നത്തോടെ സച്ചിയേട്ടൻ്റെയും അർച്ചനേട്ടത്തിയുടെയും പ്രശ്നങ്ങൾ നമ്മളെ തന്നെ പരിഹരിക്കണമെന്ന് സ്നേഹ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് സന്ധ്യയും. പിന്നീട് കാണിക്കുന്നത് സന്ദീപ് പറഞ്ഞ ഫോട്ടോഗ്രാഫർ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. അതേസമയം കുഞ്ഞിനെ ഒരുക്കുകയായിരുന്നു അർച്ചന. അങ്ങനെ സച്ചിയും ഒരുങ്ങി ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും സന്ദീപ് അങ്ങോട്ടേക്ക് വരികയും ഫോട്ടോഗ്രാഫർ വന്നെന്ന് സച്ചിയോട് അർച്ചന കാണാതെ പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കുഞ്ഞുമായി താഴേക്ക് പോകുന്നതാണ്. തുടർന്ന് സന്ദീപ് പറഞ്ഞതനുസരിച്ച് ഫോട്ടോഗ്രാഫർ അവരെ രണ്ടിനെയും ചേർത്ത് നിർത്തി ഓരോരോ ഫോട്ടോകളായി എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് സച്ചിക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരുടെയും ഫോട്ടോ എടുത്തതിന് ശേഷം ഇനിയൊരു ഫാമിലി ഫോട്ടോ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് എല്ലാവരെയും കൊണ്ടുപോയി പുറത്തിറക്കി നിൽക്കുന്നതാണ്. ഇനി കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസ് മാത്രമായി എടുക്കാമെന്ന് സന്ദീപ് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും എടുക്കണ്ടെന്നും എല്ലാം ചടങ്ങ് കഴിഞ്ഞ് മാത്രം മതിയെന്നും ദേഷ്യത്തോടെ പറയുകയാണ് അർച്ചന. തുടർന്ന് അനഘയെ മോളെ ഏൽപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.